നേരെ വെളുത്ത് ഇത്ര പെട്ടെന്നാ നേരൊക്കെ വെളുക്കുന്നത്. അപ്പൊ ഒരു സാധനത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തിക്കണല്ലോ. ഇനിയിപ്പൊ ഈ കഞ്ഞിയും ചോറും വെച്ചിട്ട് മനസ്സിന് നേരെ വെക്കും ഓരോ പണിയും ചെയ്യാൻ. ചോറ് എന്തായാലും തിന്നൂല, കഞ്ഞി തന്നെ വെക്കേണ്ടി വരും. ആ ചോറിന്റെ ഉള്ളിൽ കൂടെ കഞ്ഞി വെക്കാന്ന് വെച്ചാല് അപ്പൊ ചെറിയരിക്കഞ്ഞി അല്ലാതെ ഇറങ്ങൂല. മകൾ ഇവിടെ കൊടുന്നത് തള്ളിക്കണല്ലേ, എന്ത് കണ്ടിട്ട് ഇവിടെ കൊടുന്ന് തള്ളിക്കണത് തള്ളനെ വെച്ച നോക്കാൻ. ഒരു 10 ദിവസം നിർത്തിങ്ങാണ്ട് ഇങ്ങോട്ട് തന്നെ പറഞ്ഞയച്ചു. ഓക്കൊന്ന് നോക്കിച്ചിട്ട് എന്തേലും വരുമോ. ഒറ്റയ്ക്ക് ഈ പേരന്റെ ഉള്ളിലത്തെ പണികളൊക്കെ കൂടെ എടുക്കാൻ. തള്ളനെ വിളിച്ചിട്ട് തള്ളനോട് ആകൊക്കെ ഒന്ന് അടിച്ചൊരു നേരാക്കാൻ പറയട്ടെ. മകളെ പെരയിൽ നല്ല പണിയെടുത്ത് കൊടുക്കുന്നുണ്ടാവുമല്ലോ. അവിടെ വരുമ്പോ ഭയങ്കര തണ്ണ. വെച്ച ഈ ഒരൊറ്റൊന്നും തീരെ വയ്ക്കണില്ല. അല്ല, എന്താ ഇപ്പൊ കാലൊക്കെ നീട്ടിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കണത്? നിങ്ങക്ക് നേരം വെളുത്തൊന്നും കാണാനൊന്നും ഇല്ലേ? എന്ത് പറഞ്ഞാലും മൂത്തുക്ക് ഇങ്ങനെ നോക്കാന്നല്ലാതെ തുറന്നു തോന്നുന്നത് ഇപ്പൊ അറിയില്ല. നിങ്ങൾ പോയിട്ട് ആകൊക്കെ ഒന്ന് അടിച്ചൊരു നേരാക്കി നോക്കി. ഇക്ക് ഒറ്റക്ക് വെജ ഈ പേരന്റെ ഉള്ളത്തെ പണികളൊക്കെ കൂടെ എടുക്കാന്. തീരെ വെജടിന്റെ ഊരെ വേദനയായിട്ട് വെക്കണില്ല എനിക്ക്. ഞാൻ എങ്ങനെ അടിച്ചു വരിക? നിങ്ങൾക്ക് അതിന് ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് നല്ല ദണ്ണ ഉണ്ടാവും. അത് എനിക്ക് നന്നായിട്ട് അറിയാം. മകളെ പെരയെ പോയിട്ട് ഇങ്ങനെ മറച്ചു കൊടുക്കാം, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ വരുമ്പോ ഇന്നിട്ടിട്ട് ഇങ്ങനെ പഠിപ്പിക്കണം. നിങ്ങൾ വന്നിട്ട് വേഗം നല്ല അടിച്ചൊരിക്കാണി. ആരേലും കേറി വന്നിട്ടാണ് മോശം. ഞാനാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ ഓരോ പണിയിലാണ്. ഒരു വെരിമതി ഇരുന്നത് നിങ്ങള്. എന്നും ഈ ഇരുത്തം തന്നെയല്ലേ ഉള്ളൂ. ഒരു സഹായത്തിന് നിങ്ങളെ കിട്ടൂല. ഞാൻ നീച്ച് വരാൻ നോക്കി നിങ്ങള്. ഒരാൾ മുണ്ടാങ്ങിയിരിക്കും. ഇപ്പൊ നടിച്ചോര് ഇങ്ങനെ ഇതൊന്നും അടിച്ചോരി എടുക്കണല്ലോ. ഓലെ ഉമ്മല്ല അടിച്ചു വരുന്നത്. ആ പാവത്തിനെ കൊണ്ടാണ് ഓളാ ചെയ്യിപ്പിക്കുന്നത്. ഓലെ മകള് എന്തിനാ അതിനിവിടെ കൊടുന്നാക്കിയാണാവോ. പാവാണത്. നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ണിച്ചോരില്ല അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. ആ വെജാത്ത പാവത്തിനെ കൊണ്ടാണ് ആ ഒക്കെ അടുപ്പിക്കുന്നത്. വല്ലാത്തൊരു പെണ്ണെന്നെയാണ് ഓള്. തലക്ക് തീരെ വെച്ച. എന്തിനാണ് ഇമ്മ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കണത്? നിങ്ങൾക്ക് വെജാന്നുള്ളത്. ഇനിയിപ്പൊ ആരെങ്കിലും അപ്പുറത്ത് കൂടെ പോണോര് നിങ്ങൾ അടിച്ചു വരുന്നേ കണ്ടിട്ട് ഇനി ഞാൻ ചെയ്യിപ്പിക്കാണെന്ന് പറയാനല്ലേ വെജാത്ത പോലെ കിടന്ന് ഇങ്ങനെ അഭിനയിക്കണത്. വെയിക്കണില്ല കുട്ടിയെ. ഞാൻ അവിടെ പോയിട്ട് ഒന്നും എടുക്കലൊന്നുമില്ല. തീരെ നീച്ചടക്കാൻ വെജ. നിങ്ങൾക്ക് വെജാന്നുള്ളത് ഇക്കും കൂടി തോന്നണ്ടേ? എന്നപ്പോ നിങ്ങള് കളി? നിങ്ങള് ഭയങ്കര മടിയായിക്കിട്ടപ്പോ നിങ്ങൾക്ക് പണിയെടുക്കാൻ ഇതിനൊക്കെ. നിങ്ങൾ മകളോടെ പോയ വെറുതെ ഇരിക്കണ്ട. ഓള് നേരം വെളുത്ത ജോലിക്ക് നട്ടാണ്ട് ഇറങ്ങിപ്പോ ബാക്കിയുള്ള പണികളൊക്കെ നിങ്ങൾ തന്നെയല്ലേ എടുക്കണത്. ഇവിടെ വരുമ്പോ മാത്രം എന്താ നിങ്ങൾക്ക് ഇങ്ങനെ?
ഒന്നും ഉടുക്കലില്ല. ഓളിപ്പോ എല്ലാ പണികളും എടുത്തിട്ട് തന്നെ ഇക്കാരം പോവുണ്ടാവുക. ഇക്കറിയാലോ നിങ്ങളെ മകളെ സ്വഭാവം. ഇപ്പൊ തന്നെ നിങ്ങളിവിടെ കൊടുന്നാക്കിയിരിക്കണതേ ഒരാഴ്ച എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഒരാഴ്ചയും കഴിഞ്ഞ് 10 ദിവസമായി. എന്നിട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ ഓള് വന്നോ? ഇല്ലല്ലോ. ഇത് മനുഷ്യന്മാരെ പെരടിയിൽ ഇങ്ങനെ തന്നെ. തിരക്കായതുകൊണ്ട് ഇക്കാരം. ഓൾക്ക് മാത്രമുള്ളൂ തിരക്ക്. നാളെ ഞാൻ ഇന്റെ പെരേക്കോ. അപ്പൊ നിങ്ങൾ എന്താ കാട്ടുക? അപ്പൊ നിങ്ങൾ ഇവിടെ ഒറ്റക്ക് നിൽക്കേണ്ടി വരും. ഞാൻ എന്തായാലും പോകും. എന്റെ ഉമ്മാന്റെ അടുത്ത് 2 ദിവസം എനിക്ക് പോയി നിക്കണം. ഇന്റോടെ ഉണ്ടോ ഒരു ഉമ്മ എല്ലാ പണികളും എടുക്കും. മരക്കളെ പിന്നാലെ എല്ലാവരും കൂടും ചെയ്യും. നിങ്ങൾ അതേപോലെ തന്നെയാണ് പ്രായം. നിങ്ങളെക്കാളും പ്രായം ഉണ്ടാവും എന്റെ അമ്മക്ക്. എന്നിട്ട് എന്റെ അമ്മ എടുക്കുന്നുണ്ടല്ലോ പണിയോള്. നിങ്ങൾക്ക് മാത്രം എന്നും ദണ്ണും കേറും. നോണ പറഞ്ഞിട്ട് ഇങ്ങനെ കാലുമക്കാലും കേട്ടിച്ചിരുന്നിട്ട് ഇങ്ങനെ തിന്നാൻ നല്ല സുഖമാണ്. അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ കാട്ടുന്നത്? നിങ്ങൾ വേഗം അടിച്ചു ഒരുങ്ങാണ്ട് പോരി. ഇനി ആരെങ്കിലും അത് കണ്ടിട്ട് വളർന്ന് എന്റെ നേരത്തെ എടുക്കാൻ നല്ലപോലെ അടിച്ചു വരൂല്ല. എന്നിട്ട് അവിടെ വേദന ഇവിടെ വേദന മറ്റൊരുത്ത് വേദന എന്ന് പറഞ്ഞാണ്ട് ഞെളും പിടിയും കൂടുക. വേണ്ട അടിച്ചൊരുങ്ങാണ്ട് പോരി. ബാക്കി അപ്പുറം അടിച്ചോരാ അടുക്കളൊക്കെ വന്നിട്ട് അടിച്ചോരിയാ മതി. ഇനി ഉമ്മരെ ഞാൻ അടിച്ചോരിക്കൊണ്ട്. ഇന്നൊന്ന് വെയിലറച്ചിക്കോ. ആ മെഷീനിലിട്ട് തിരുമ്പിയതുകൊണ്ട് അല്ല ഇപ്പൊ അത് ഇത്രയും ആയി കിട്ടൂല. എന്താ പണി? ആടി ഇജ്ജ് എവിടുന്ന വരുന്നേ? ഞാനിടിയാ പീടിയെ പോയതേന്നേ. ഓയിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വാങ്ങട്ടെ വെച്ചിട്ട് പോയതാണ്. ഇമ്മ വന്നിക്കണില്ലേ? അമ്മ വന്നിക്കണടി. ഇമ്മ അവിടെ ഔട്ടുണ്ട്. ഇമ്മ വന്നിട്ട് ഇപ്പൊ 10 ദിവസമായി. ഒരാഴ്ചക്ക് എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. 10 ദിവസമായി. ഇപ്പോഴും പോണൊന്നും കാണാനില്ല. അത് പോവായിട്ട് എനക്ക് ഇക്കിന്റെ അമ്മയും പോവായിട്ടുള്ളതല്ല. ഓളുണ്ടല്ലോ ഓലെ മകള് സുയിച്ച് നടക്കാണല്ലോ. നേരം വെളുത്താല് തുണിയും കുപ്പായും മാറ്റാ തെണ്ടുക. ഇതല്ലേ ഓൾക്ക് പണി. ആൾക്കാര് പറഞ്ഞ് കേട്ടാ മതി. ഓളെ മാപ്പിള മരിച്ചല്ലേടി. അപ്പൊ പിന്നെ ഓളല്ലാതെ വേറെ ആരപ്പോ അവിടുന്ന് പണിക്ക് പോവാനൊക്കെ ഉള്ളത്. അപ്പൊ പിന്നെ ഓള് പോവല്ലാതെ ഇപ്പൊ ഒരു മാർഗം ഇല്ലല്ലോ. ഈ മാപ്പിള ഇല്ലാത്തവരൊക്കെ ഈ നേരം വെളുത്ത് തുണി കുപ്പായം മാറ്റിയിട്ട് തണ്ടലാണല്ലോ. വല്ല അടുക്കള പണിക്കോ എന്തിനേലും പോയാ പോരോ. നീ കടയിലൊക്കെ നിക്കാൻ പോണത്. എന്നിട്ട് തള്ളനെ ഇവിടെ കൊടുന്നാക്കിയിട്ട് ഞാൻ നോക്കുക. ഇന്റെ പെരേക്കൊന്നും പോകുമൊന്നും വേണ്ടേ. ഇത് വലിയ ഇടങ്ങറാണ് ഇപ്പൊ. എന്തേലും അസുഖം ഉണ്ടാവോ അതിന്? അസുഖമൊന്നും ഇല്ലടി. വെറുതെ അഭിനയിക്കാണ്. ഓളോടെ പോയിട്ടേ ഫുള്ള് പണിയോളം എന്റെ അമ്മായിമ്മന്നെ എടുക്കണത്. അപ്പൊ ഇല്ലാത്ത അസുഖം ഇങ്ങനെ ഇവിടെ വരുമ്പോ ഇന്ന് പകൊക്കെ ഒന്ന് അടിച്ചോരി തന്നു. ഞാൻ പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. വെറുതെ വന്നിട്ട് അടിച്ചോരി തന്നതാ. ചെജ്ജണത് ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. എന്തായാലും ഞാനാണ് പോട്ടെന്നാലിട്ടാ. ഞാനേ അന്നെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പൊ ആയിക്കൂടെ തന്നെ ഓല പെരന്റെ ആയിക്കൂടെ തന്നെയാണ് പോട്ടെ. ഇതിൽ കൂടെ ഒക്കെ പോണെന്നുണ്ടെങ്കിൽ കൊറേ നടക്കും വേണം. ഇങ്ങനെ നമ്മളാ ഇടായിക്കൂടെ അങ്ങോട്ട് പോയാല് പെരേക്ക് എത്തും ചെയ്യുമല്ലോ. എന്നാ ശരിട്ടാ. എന്നാ ചെല്ലുന്നാല് ഞാനേ മെഷീനിൽ ഇട്ടുങ്ങാണ്ട് തിരുമ്പിയതേ. ഇപ്പൊ ഒരു ഒലർച്ച കണ്ടപ്പാണ്ട് എടുത്തു വിടാ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. എന്നാ ചെല്ലേ. ഓളിങ്ങനെ വന്നിക്കുന്ന തള്ളന്റെ കാര്യം ചോദിച്ചിങ്ങാണ്ട്. ഓൾക്കൊക്കെ എന്താ അങ്ങനെ ചോദിച്ചാ പോരെ. ഇടങ്ങറാവണേ ഞാനല്ലേ. അവളെ വിചാരം ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ പഠിപ്പിക്കാണ്. നിന്റെ പേരന്റെ ഉള്ളത്തെ കാര്യം നോക്കാൻ ഇക്കറിയാലോ. ഇനി എന്തിനാ ഓള് നോക്കണത്? മഴ വരുന്നുണ്ട് റബ്ബേ. ഇപ്പൊ ഇപ്പൊ അബദ്ധാവോ? ഇവിടെ കിടന്നോട്ടെ. ബാക്കി ഇന്ന് അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയിടാം. ഇജ്ജ് വരികയാണ്. ഞാൻ ഇജ്ജ് എന്താ വരാത്താണാവോ വിചാരിച്ച്. വരികയാണ്. ഇജ്ജ് എന്തിനാ മളെ ഇമ്മാനെ ഇവിടെ കൊടുന്നാക്കിയിരിക്കണത്? അനക്കറിയില്ലേ ഓള് നോക്കൂലെന്നുള്ളത്.
ഇപ്പൊ തന്നെ ആ പാവത്തിനെ കൊണ്ടുണ്ട് അവിടെ 4 ഉറക്കം അടുപ്പിച്ചു. ആകൊക്കെ ഉണ്ട് അടിച്ചൊഴിപ്പിക്കണം. എന്റെ അമ്മക്ക് ഊരക്ക് കംപ്ലൈന്റ് ആണെന്നുള്ളത് ഓർക്കും അറിയണല്ലേ. എന്നിട്ട് ഇങ്ങനെ അതിനെ കൊണ്ട് പറഞ്ഞ് പണിയെടുപ്പിക്കുന്നുണ്ട്. അതെ, നിക്കാണെന്നുണ്ടെങ്കിലേ ഇന്ന് കുറച്ച് ജോലി തിരക്ക് കൂടുതലായിരുന്നു. രാത്രി കുറച്ച് നേരം പോകും പെരേക്ക് വരാൻ. അത് കാരണം ഞാൻ ഇവിടെ കൊടുന്നാക്കിയത്. ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനി 5 മണി വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാല് 8 മണി വരെ നിക്കണ്ടേന്ന്. ആ, എന്നോട് അറിഞ്ഞു ഓള് ഇജ്ജ് കെട്ടി ഒരുങ്ങിട്ട് നേരം നോക്കുമ്പോ തന്നെ അവിടെ പോവാണ്, വെറുതെ പോവാണെന്നൊക്കെ. ഇജ്ജ് ആ പാവത്തിനത് കൊണ്ടേക്കോ. ഇനിയിപ്പോ ജോലിക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്കിക്കാളാ. എന്റെ അമ്മ അവിടെ ഒറ്റക്ക് നിക്കുമല്ലോ, വെച്ചുണ്ടാക്കി കൊടുത്താൽ അത് അവിടെ നിന്നോളൂ. ഇജ്ജ് ഇവിടെ നിർത്തണ്ട അതിന്. ആ, ഞാൻ കൊണ്ടോട്ടെന്ന് എന്തായാലും ഉമ്മാനെ. ഇനി ഉമ്മാനെ അങ്ങോട്ട് പറഞ്ഞയക്കൂല. ആ, ഇജ്ജ് കേറടി, എന്നാ ചായ ഉണ്ടാക്കി തരാം. അവിടുന്ന് എന്തായാലും എനിക്ക് വെള്ളമൊന്നും കിട്ടൂല എന്നറിയാം. ഇല്ലേ താത്ത, ഞാൻ വണ്ടി അവിടെ നിർത്തിയിട്ടാ വന്നിക്കണത്. ചായ ഒന്നും വേണ്ട. എന്നാ ചെല്ല്, ഉമ്മാനായിട്ട് പോയിക്കോ. വരുണ്ട്. ആ, എന്നായിക്കോട്ടെ എന്നാലിട്ടാ. എന്നാ ശരി. പാവാണ് ആ പെണ്ണ്. ആ പെണ്ണിന്റെ കാര്യം കഷ്ടം. അത് നേരം വെളുത്ത് പണിക്കോയാലേ അതിനെന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ഇവളെ മാപ്പിളാറിന് ഗൾഫിലല്ലേ, ഇന്ന് എന്തെങ്കിലും ഒരു സഹായിക്കാവും ചെയ്യൂല. അതൊരു കഷ്ടം. താത്ത ആ, ഇജോ? ഇജെന്ത് ഈ വൈക്കൊക്കെ? ആ, ഞാന് ഇമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഇമ്മാനെ കൊണ്ടുപോവാനോ? ഇമ്മ 2 ദിവസം കൂടി നിന്നോട്ടടി, എന്നിട്ട് പോയാ പോരെ? ഉമ്മ എവിടെ? ആ, ഇമ്മ അതവിടെ റൂമിലുണ്ട്. ഉമ്മാക്ക് എന്തോ വെജാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ്. ആ, ഓ, സമാധാനം. എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ വന്നല്ലോ. തള്ള ഇവിടെ ഉണ്ടായതൊക്കെ പറയണാവോ? കൊല്ലിയാണ് തളന്. എന്റെ കുട്ടി എവിടെയാണാവോ? ഇവിടെ കൊടുന്നാക്കിട്ട് ഓള് എടുക്ക പോയത്. ഒരാഴ്ചന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 ദിവസമായി. ഇവിടെ നിക്കാൻ വെച്ച അവിടെ ആണെന്നുണ്ടെങ്കിൽ എന്റെ കുട്ടീനെ കൊണ്ട് ഒരു പണി എടുപ്പിക്കൂല. ഇവിടെ നോക്കാൻ ഞാൻ തന്നെ എടുക്കണം. ഉമ്മ, ആ, ഇജ്ജ് വന്നോ? നമ്മടെ കുട്ടി എവിടെയായിരുന്നു ഇത്രയും ദിവസം? എനിക്ക് കടയില് കുറച്ച് പണി ഉണ്ടായിരുന്നു, അതാ ഞാൻ നിങ്ങളവിടെ കൊടുന്നാക്കിയത്. നമുക്ക് പോവല്ലേ? ആ, ഉമ്മാനെ കൊണ്ട് പണി എന്തേലും എടുപ്പിച്ചീനോ ഓല്? ഇന്നെ കൊണ്ട് ഒന്നും എടുപ്പിച്ചീന്നില്ലടി. ഓളന്നെയായിരുന്നു ഒക്കെ ചെയ്തിരുന്നത്. നോണ അറിയണ്ട ഉമ്മ. എന്നോട് ജമീൽ താത്ത എല്ലാം പറഞ്ഞു, നിങ്ങളെ കൊണ്ട് അടിച്ചൊരിപ്പിച്ചിരുന്നതൊക്കെ ഓല് കണ്ടീന്നു എന്നുള്ളത്. നിങ്ങൾ എന്തിനീ നോണ അറിയണത്? നിങ്ങൾ വരി, നമുക്ക് പോവാ. ഉമ്മാന്റെ കുട്ടികളെ പോലെ ആവൂലല്ലോ വന്ന് കേറിയവര്. ഓൽക്ക് സുഖം വേണം, ഓൽക്ക് പണികളൊന്നും എടുക്കാതിരിക്കണം. ഞാൻ കൊറേ ദിവസമായി അന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം. ഇതാണെന്നുണ്ടെങ്കിൽ വരുന്നുമില്ല. ഉമ്മ സങ്കടപ്പെടുന്നു വേണ്ട, ഉമ്മക്ക് ഞാനില്ലേ, അത് മതി. പിന്നെ ഉമ്മാന്റെ മക ഇതൊന്നും അറിയണില്ല. ആ പാവത്തിനെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, ഓ ഇതൊന്നും അറിയണില്ലല്ലോ. എന്തായാലും ഓനെ ഞാൻ ഒരു ദിവസം അറിയിച്ചു കൊടുക്കും. അല്ല, എന്താ പൗത്തന്നെ ഇങ്ങനെ ഇരിക്കുക? നമുക്ക് ചായ എടുത്തരട്ടെ ഞാന്? ഇക്ക് നിങ്ങളെ ചായ ഒന്നും വേണ്ട. ആ, എന്താ അങ്ങനെ പറയണത്? നിങ്ങൾ എന്റെ ഉമ്മാനെ ഇവിടെ ഇട്ടിട്ടേ പണിയെടുപ്പിക്കുന്നീല്ലേ? എന്ത് വിശ്വസിച്ചിട്ട് ഞാൻ ഇവിടെ ആക്കുക? 2 ദിവസം നേരം വൈകിയാണല്ലോ നിങ്ങൾ അതിനെ കൊണ്ട് പണിയെടുപ്പിക്കണത്. എനിക്ക് എങ്ങനെയാ തോന്നുന്നത്? നിങ്ങൾക്ക് വലിയൊരു ഉമ്മൊക്കെ. ഞാൻ എന്റെ ഉമ്മാനായിട്ട് പോകും, എന്റെ ഉമ്മാനെ അങ്ങോട്ട് പറഞ്ഞേക്കൂല.
ഞാൻ എത്ര എന്റെ അമ്മാനോട് ചോദിച്ചിട്ടുള്ളൂ, മകളെ പെരെ പോയാൽ എല്ലാ പണികളും എടുക്കാൻ വെക്കും, ഇവിടെ വന്ന ഒന്നും എടുക്കാൻ വെക്കാത്തന്ന് എത്ര ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാനൊന്നും ചെയ്യിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഇതിന്റെ ആങ്ങളെ വിളിക്കുമല്ലോ, എന്തായാലും ഉമ്മാക്ക് വെക്കാതിരിക്കൂലല്ലോ. അപ്പൊ ഞാൻ പറയും ചെയ്യൂട്ടോ എന്തൊക്കെയാണ് ഇവിടെ നടക്കണെന്നുള്ളത്. ഇന്നെ കൊണ്ട് ഇത്രയൊക്കെ തന്നെ നോക്കാൻ പറ്റുള്ളൂ. ഇജാൻ നോക്കിക്കാളാ. എന്നിപ്പോ ഞാൻ തന്നെ നോക്കണം എന്ന് ഇത്ര നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇജാണ് പോയി പറഞ്ഞൂടാ എന്റെ ആങ്ങളിനോട്. മറകുട്ടി മുണ്ടായിരിക്കും. ഇനി ഒന്നും രണ്ടും പറഞ്ഞിട്ട് തിരക്ക് കൂടണ്ട, നമുക്ക് പോവാ. നീക്ക്. പോളെങ്ങാന്ന് ചെങ്ങായിക്ക് വിളിച്ച് പറയുമോ? എന്നാ പിന്നെ ഒക്കെ കേങ്ങിന്റെ പെരക്കാർക്കും ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥ ആവും. ഈ പണ്ടാർക്കെത്തി ആ ജമീലാക്കി ഞാൻ കൊടുക്കാം. ഓളാണ് ആ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കന്നെ വേണല്ലോ എന്നാ.